ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നിലവിളക്കുമായി ആനന്ദ് കല്യാണിയുടെ കൈയും പിടിച്ച് അകത്തേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ കാറ്റുകൊണ്ട് വിളക്കിലെ ഒരു തിരി അണയുന്നു. ഇതിനെ ദുർനിമിത്തമെന്ന് വിലാസിനി വിശേഷിപ്പിക്കുമ്പോൾ ശിവരാമകൃഷ്ണൻ അതിനെ പറയുന്നു. കാറ്റുകൊണ്ടാൽ ഏത് വിളക്കും അണയും, അതൊന്നും സാരമില്ല, അകത്തേക്ക് കയറെന്ന് പറയുന്നു. അങ്ങനെ ആനന്ദ് കല്യാണിയും കൂട്ടി അകത്തേക്ക് പോകുന്നു. അകത്തേക്ക് കയറിയ ആനന്ദിനോട് അരവിന്ദ് ചോദിക്കുന്നു, ഇതെന്താ കൈയും വീശി വന്നിരിക്കുന്നത്, തിരിച്ചു പോകാനുള്ള പ്ലാനാണോ എന്ന്. അപ്പോൾ ആനന്ദ് പറയുകയാണ്, എല്ലാം പാക്ക് ചെയ്ത് വച്ചിരിക്കുകയാണ്, സുബ്രു ഇങ്ങോട്ടത്തേക്ക് എത്തിക്കുമെന്ന്. പിന്നീട് രാജേശ്വരി നന്ദനെയും കല്യാണിയെയും ചേർത്ത് പിടിക്കുന്നു. ഇനി നമുക്കിവിടെ സന്തോഷത്തോടെ ഒരുമിച്ച് കഴിയണമെന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് ദേഷ്യപ്പെട്ടു നിൽക്കുന്ന വിലാസിനിയോട് അരവിന്ദ് പറയുകയാണ്, എന്റെ ഇളയമ്മേ, ഇവിടെ ശാന്തിയും സമാധാനവും ഒക്കെ വന്നിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് എന്തെങ്കിലും പണി ഒപ്പിക്കാൻ വന്നാൽ എടുത്ത് പൊട്ടക്കണത്തിലെറിയുമെന്ന്. ഇത് കേട്ട് വിലാസിനി ഞെട്ടി അരവിന്ദിനെ നോക്കി നിൽക്കുന്നു. എല്ലാവരും അകത്തേക്ക് പോവുകയാണ്. പിന്നീട് പ്രിയങ്ക അഖിലാണ്ടേശ്വരിയോട് തറവാട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. കല്യാണിയെ മൂത്ത മരുമകളായി അംഗീകരിച്ചതും ഒക്കെ പറയുന്നു. ഇത് കേട്ട് അഖിലാണ്ടേശ്വരി പറയുകയാണ്, നീ തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നതെന്ന്. അപ്പോൾ പ്രിയങ്ക പറയുന്നു, ആ തീക്കൊള്ളി ഞാൻ തൃച്ചംബരത്തിന്റെ അടിത്തറയിൽ വയ്ക്കുമെന്ന്. ഇത് കേട്ട് ദേഷ്യത്തോടെ അഖിലാണ്ടേശ്വരി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. സുജാതയും കല്യാണിയും ചേർന്ന് ഭക്ഷണം വിളമ്പുന്നു. അപ്പോൾ രാജേശ്വരി ചോദിക്കുകയാണ്, കല്യാണി എന്താ ഇരിക്കാത്തത്, ഇരിക്ക് കല്യാണി എന്ന് പറയുന്നു. അപ്പോൾ കല്യാണി ആലോചിക്കുന്നു, മുൻപൊരിക്കൽ തന്നെ ഭക്ഷണം കഴിക്കാൻ ആനന്ദ് പിടിച്ചിരുത്തിയ കാര്യം. അപ്പോൾ ദേഷ്യപ്പെട്ട അഖിലാണ്ടേശ്വരി ഭക്ഷണം നീക്കി എറിഞ്ഞു പോയതുമൊക്കെ ആലോചിക്കുന്നു. അപ്പോൾ രാജേശ്വരി പറയുകയാണ്, ഇന്ന് നീ ആ പഴയ അടുക്കളക്കാരിയല്ല, എന്റെ മകൻ ആനന്ദിന്റെ ഭാര്യയാണ്, ഇരിക്ക് കല്യാണി എന്ന് പറയുന്നു. നിറകണ്ണുകളോടെ കല്യാണി ആനന്ദിനെ നോക്കുന്നു. ആനന്ദ് ഇരിക്കാൻ പറയുന്നു. അങ്ങനെ കല്യാണി ഇരിക്കുന്നു. ബാക്കി എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു. ഭക്ഷണം കഴിക്കാത്തത് എന്താ നന്ദന ചോദിക്കുമ്പോൾ കല്യാണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകയാണ്. അപ്പോൾ എന്താ കഴിക്കാത്തത് എന്നും പറഞ്ഞ് രാജേശ്വരി ഭക്ഷണം കല്യാണിക്ക് വാരി കൊടുക്കുന്നു. ഇതൊക്കെ കണ്ട് ദേഷ്യപ്പെട്ട് വിലാസിനി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. ഇത് കണ്ട് രാജേശ്വരി വിലാസിനി എന്ന് വിളിക്കുന്നു. അപ്പോൾ അരവിന്ദ് പറയുകയാണ്, ഇപ്പോൾ ഇങ്ങനെയാണ് ഇളയമ്മ, എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ ഇളയമ്മയുടെ വയറ് നിറയും, പിന്നെ ഭക്ഷണമൊന്നും വേണ്ട. ഇത് കേട്ട് അനിയൻകുട്ടൻ ചിരിക്കുന്നു. ബാക്കി എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നു. കൈ കഴുകിയിട്ട് പോകുന്ന വിലാസിനി കല്യാണിക്ക് രാജേശ്വരി ഭക്ഷണം വാരി കൊടുക്കുന്നത് നോക്കി ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് ജയന്തിയോട് ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് തോക്കുമായി നിൽക്കുന്ന രാജേശ്വരിയാണ്. രാജേശ്വരി അത് അഖിലാണ്ടേശ്വരിക്ക് നേരെ ചൂണ്ടുന്നു. എന്നാൽ പതറാതെ അഖിലാണ്ടേശ്വരി പൊട്ടിച്ചിരിക്കുകയാണ്. ഇത് കണ്ട് രാജേശ്വരി ഒന്ന് അന്തം വിട്ട് നിൽക്കുന്നു. അടുത്ത് തന്നെ പ്രിയങ്കയും ഗംഗയും നിൽപ്പുണ്ട്. ഓക്കെ, താങ്ക് യു.